മക്കളെ, നീറ്റ് എക്സാം നാളെ കഴിഞ്ഞ് മറ്റന്നാളല്ലേ? അപ്പോഴേ ഞാനിപ്പോൾ ചെറിയൊരു ടോപ്പിക്കാണ് സംസാരിക്കുന്നത്, ഉറക്കം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇത്രയും വലിയൊരു എക്സാമിനിടയിൽ ഈ ഉറക്കം എന്ന് പറയുന്ന ചെറിയൊരു കാര്യമായിട്ട് എന്താ സംസാരിക്കാനുള്ളതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളുള്ള ഈ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മൾ ഇത്രയും കാലം എന്ത് പഠിച്ചു എന്നുള്ളതിനേക്കാളും നാളത്തെ ദിവസം നമ്മൾ എങ്ങനെ നന്നായിട്ട് ഉറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങളോട് പറയാനുള്ളത്, പല കുട്ടികളും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് അക്കാഡമിക്കലി ഏറ്റവും നല്ല ബെസ്റ്റായിട്ട് പഠിച്ചിട്ട് എക്സാമിൻ്റെ തലേ ദിവസം ടെൻഷനും കൊണ്ട് ഉറക്കം തീരെയില്ലാതെ അന്നത്തെ ദിവസം 1 മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റാതെ പിറ്റേ ദിവസം എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് 2 മണി മുതൽ 5 മണി വരെയുള്ള സമയം ആ ഉറക്കവും പിടിച്ചിരുന്ന് എല്ലാം കൂടെ പ്രോപ്പറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ 1 വർഷവും 2 വർഷവും നഷ്ടപ്പെടുത്തിയ കുറേ കുട്ടികളുണ്ട് നമുക്ക് ചുറ്റിലും. അവരുടെ കഥകൾ കേട്ടതുകൊണ്ടാണ് നാളെ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത്. ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് മുന്നേ. ഇപ്പം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ, നാളെ സാറ്റർഡേ, അത് കഴിഞ്ഞ് സൺഡേ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മക്കളെ, ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തലേ ദിവസം എത്ര മണിക്കൂർ ഉറങ്ങണം? കുറേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഇത്, എത്ര മണിക്കൂർ ഉറങ്ങണം സാറേ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 8 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ ഉറങ്ങണം. 8 to 10 മണിക്കൂർ മക്കൾ നിർബന്ധമായിട്ട് ഉറങ്ങണം എന്ന് തന്നെ ഞാൻ പറയും. അതായത് ഈ 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയാലേ നമ്മൾ സ്ട്രെസ്ഡാണ്, ഓൾറെഡി നമുക്ക് ടെൻഷനുണ്ട്, നമ്മുടെ ബ്രെയിൻ ആകെപ്പാടെ വീക്കാണ്. കാരണം എന്താണ്, കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ്, നമ്മുടെ എഫേർട്ട് അത്രയ്ക്കുണ്ട്, അത്രത്തോളം നമ്മൾ ഈ എക്സാമിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അത്രത്തോളം നമ്മുടെ ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോ കുട്ടിയും ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കുറേ ആയി. നിങ്ങളുടെ ലൈഫിൽ എല്ലാ ആഗ്രഹങ്ങളും മാറ്റി വെച്ച് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അവസാനത്തെ സമയത്ത് നമ്മുടെ ഒരു ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് ഈ സാധനം നഷ്ടപ്പെട്ട് പോയിക്കൂടാ. ഇത് സിമ്പിളായിരിക്കും, ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ടുവിടുന്നതായിരിക്കും, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ തലേദിവസം നിങ്ങൾ 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങണം. ഇനി അടുത്തൊരു കാര്യം പറയട്ടെ, ഈ ഉറങ്ങുന്നതില്ലേ, നിങ്ങൾ സാധാരണ 11 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മുന്നേ നിങ്ങൾ കിടക്കണം. അതെന്തിനാണെന്നല്ലേ, എക്സാമിൻ്റെ തലേന്ന് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. നമ്മൾ എത്രയാണ് ഉറങ്ങാൻ നോക്കിക്കഴിഞ്ഞാലും തലേ ദിവസം നമുക്ക് പിന്നും ടെൻഷൻ തന്നെ. അതായത് അയ്യോ ഉറക്കം കിട്ടൂല, ഉറക്കം കിട്ടാത്ത അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളൊന്ന് ഉറങ്ങാൻ, ഒന്ന് സെറ്റ് ആവാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. അതുകൊണ്ടാണ് എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ എക്സാമിനേഷൻ്റെ തലേ ദിവസം മക്കൾ എന്ത് ചെയ്യണം, കുറച്ച് നേരത്തെ, സാധാരണ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മുന്നേ തന്നെ നിങ്ങൾ ഉറങ്ങണം, നിർബന്ധമായിട്ട് ഉറങ്ങണം. ഓക്കെ ആണേ? ഇനിയില്ലേ, ഇപ്പം ഇന്നു മുതൽ തന്നെ അങ്ങോട്ടേക്ക് മക്കൾ എന്ത് ചെയ്യണം, നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കണം. അങ്ങനെ ഉറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡും അതുപോലെ തന്നെ വരും, നമ്മളും അതുപോലെ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും, അത് ഉറപ്പാണ്. പിന്നെ ഇല്ലേ, നമ്മുടെ ബ്രെയിന് എല്ലാം നമ്മൾ പറഞ്ഞാൽ കേൾക്കണമെന്നില്ല. ഓൾറെഡി നമുക്ക് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പറയുന്ന എല്ലാം കേൾക്കില്ല. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, നേരത്തെ 1 മണിക്കൂർ മുന്നേ തന്നെ മക്കൾ കിടക്കണമെന്ന് ഞാൻ നിർബന്ധമായിട്ടും പറഞ്ഞു. അതുകൊണ്ടാണ്. പിന്നെ ചില കുട്ടികളുണ്ട് ഈ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഒരു ശീലം, ഇപ്പോൾ കുറച്ചായിട്ട് വീട്ടിലാണ്, അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഉറങ്ങി ശീലിച്ച ആൾക്കാർ. മക്കൾ, നമ്മുടെ എക്സാം 2-നും 5-നും ഇടയിലല്ലേ, ഇപ്പോൾ ഉച്ച സമയത്തല്ലേ എക്സാം നടക്കുന്നത്. അങ്ങനെ ഉച്ച സമയത്താണ് എക്സാം എങ്കിൽ നമ്മൾ നേരത്തെ കിടന്നുറങ്ങിയാൽ പറ്റുമോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? ഇനിയുള്ള ദിവസമെങ്കിലും മക്കൾ ഉച്ച സമയത്ത് ഉറങ്ങരുത്. എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലും തലേന്നത്തെ ദിവസമൊക്കെ തന്നെ നമ്മൾ ഇതിൻ്റെ മോക്ക് എക്സാംസ് എഴുതി നോക്കണം. 2 മണിക്കും 5 മണിക്കും ഇടയിൽ നമ്മൾ നിർബന്ധമായിട്ടും എക്സാംസ് എഴുതി നോക്കണം. നമ്മൾ എക്സാംസ് എഴുതുന്നതിനനുസരിച്ച് മാത്രമേ നമ്മൾ സെറ്റാവും. അപ്പോൾ നിർബന്ധമായിട്ടും ഉച്ചയ്ക്കുള്ള ഉറക്കം ഒഴിവാക്കണം. ഉച്ചയ്ക്ക് ഉറങ്ങി കഴിഞ്ഞാൽ രാത്രി വീണ്ടും ഉറക്കം പോയി പോകും. നിങ്ങൾ എന്ത് ചെയ്യണം, തലേ ദിവസം തന്നെ സെറ്റായിട്ട് തലേ ദിവസം ഒരു ഉച്ചയാകുമ്പോൾ അല്ലെങ്കിൽ 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ബുക്കൊക്കെ അടച്ചു വെച്ച് കൂളായിട്ട് നിങ്ങളൊന്ന് സംസാരമൊക്കെ ആയിട്ട് വീട്ടുകാരുടെ അടുത്തൊക്കെ ഒന്ന് ഇടപഴകി മുന്നോട്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല മക്കളായിട്ട് ഒരു 10 മണി 10:30 ആകുമ്പോൾ കിടന്നുറങ്ങാൻ നോക്കുക. രാവിലെ ഒരു 6-7 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വരിക. നമ്മളില്ലേ എന്തെങ്കിലുമൊക്കെ പിറ്റേന്ന് പഠിക്കാണ്ട് എന്നുള്ള തോന്നലുണ്ടായി കഴിഞ്ഞാലാണ് നമ്മൾ ഉറക്കം പ്രശ്നമാവുക. അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നേരത്തെ കിടക്കാൻ നോക്കുക. വീണ്ടും പറയാം, ഉറക്കത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഉറക്കം നഷ്ടപ്പെട്ടു പോയത് കാരണം നീറ്റ് എക്സാം സ്വപ്നം കാണാൻ പറ്റാതെ പോയ കുറേ ആളുകളുണ്ട്. MBBS എന്ന് പറയുന്ന സ്വപ്നം അവരുടെ എല്ലാ രീതിയിലും അവരുടെ ലൈഫിൽ നിന്ന് ഒഴിവായി പോയ ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിലേക്ക് നാളെ എൻ്റെ മക്കൾ എത്താൻ പാടില്ല. നന്നായിട്ട് ഉറങ്ങാൻ നോക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ഓക്കെ, ഉറപ്പായിട്ടും JPS ഉണ്ടാവും കൂടെ. നല്ല മക്കളായിട്ട് നിങ്ങൾ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം എഴുന്നേറ്റ് നല്ല കുട്ടികളായിട്ട് എക്സാമിന് പോവുക.
ഡ്രസ് കോഡുകൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എക്സാമിനേഷൻ ഹോളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.